അടിമാലി പീച്ചാട് പ്ലാമല മേഖലയിൽ കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി പ്രദേശവാസികൾ. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിക്കൊമ്പനെ നാടുകടത്തണമെന്നാണ് ആവശ്യം. അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് അടിമാലി പീച്ചാടിന് സമീപം പ്ലാമലയിൽ ഏലത്തോട്ടത്തിൽ പണിയെടുക്കുകയായിരുന്ന ഇന്ദിര എന്ന തൊഴിലാളി സ്ത്രീയെ കാട്ടാനെ ആക്രമിച്ചത്. ആനയെ ആക്രമിച്ചപ്പോൾ പറമ്പിന്റെ താഴ്വശത്തേക്ക് വീണതിനാലാണ് ജീവൻ രക്ഷപ്പെട്ടത്. ഇതോടെ പ്രദേശവാസികൾ പ്രതിഷേധം കടുപ്പിച്ചിരുന്നു. എന്നാൽ നാളുകളായിട്ടും വിഷയത്തിൽ വനം വകുപ്പ് കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാന വീടിന് മുമ്പിലും വീടിനോട് ചേർന്നുള്ള കൃഷിഭൂമിയിലുമെല്ലാം എത്തി നിൽക്കുന്നത് ജനങ്ങളിൽ ഭീതി പടർത്തുകയാണ്. ഇന്ദിരയ്ക്ക് പുറമെ ഇതിനോടകം തന്നെ നിരവധി ആളുകളെയും ആന ആക്രമിക്കുന്നതിനായി ഓടിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവൻ തിരികെ കിട്ടിയതെന്ന് രക്ഷപ്പെട്ടവർ ഭീതിയോടെ പറയുന്നു. 15ഓളം വരുന്ന ആനകളെ ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടി തുരത്തി ഓടിച്ചു വിടുകയും അത് കഴിഞ്ഞൊരു ആന വരികയും അത് ഇവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം ഭീതി വരുത്തി. അതുകൊണ്ട് 2-3 ആഴ്ച ഇവിടെ ഈ ജനവാസ കേന്ദ്രത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൃഷികൾ നശിപ്പിക്കുക, ആൾക്കാരെ ഭീഷണിപ്പെടുത്തുകയും കായെടുക്കുന്ന ആൾക്കാരെ കഴിഞ്ഞ ദിവസം ദാരുണമായൊരു സംഭവം ഉണ്ടായി. ഒരു ചേച്ചി കായെടുത്തുകൊണ്ടിരുന്ന സമയത്ത് വന്ന് ആന വരട്ടി ഓടിക്കുകയും ഏതാണ്ട് ദൈവഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടായത്. മേഖലയിൽ 35ഓളം വീടുകളിലായി കൊച്ചുകുട്ടികളും മുതിർന്നവരുമടക്കം താമസിക്കുന്നുണ്ട്. 60-ലേറെ അന്യസംസ്ഥാന തൊഴിലാളികളും മേഖലയിൽ താമസിച്ചു പണിയെടുക്കുന്നവരാണ്. സമാധാനമായി ഇപ്പോൾ വീട്ടിൽ ഉറങ്ങാൻ കഴിയുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. പ്ലാമലയിലെ ജനവാസ മേഖലയിൽ നാളുകളായി കാട്ടാനകൾ കൃഷിനാശം വരുത്തുകയാണ്. ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് ഇതിനോടകം കാട്ടാന നശിപ്പിച്ചത്. കൃഷി വരുമാന മാർഗമാക്കി മുൻപോട്ട് പോയിരുന്നവർ ഇതോടെ പ്രതിസന്ധിയിലായി. പേരിന് മാത്രമാണ് RRT സംഘത്തെ വനംവകുപ്പ് ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നതെന്നും ആനയെ തുരത്താൻ വേണ്ട ഒരു നടപടിയും ഇവർ കൈക്കൊള്ളുന്നില്ലെന്നും പരാതിയുണ്ട്. അതേസമയം ആനയെ സ്ഥലത്തു നിന്ന് മാറ്റുന്നതിനായി വകുപ്പ് തലത്തിൽ ആലോചനകൾ നടക്കുകയാണെന്നും ഉടൻ തീരുമാനമുണ്ടാകുമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നു. സിറ്റി വിഷൻ, അടിമാലി.